അടുത്തത് പേജ് നമ്പർ 25 നമ്മൾ ബാക്കിയുള്ള 5, 6, 7 എന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പാർട്ടിലൂടെ നോക്കാൻ പോകുന്നത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ആൾ ദി ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് 4, 7, 10. അതായത് ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഈ സീക്വൻസിൽ ഇതിൻ്റെയൊക്കെ സ്ക്വയേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് ഇവിടെ തന്നിട്ടുള്ളത് 4, 7, 10. ഇവർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഈ ടേംസിന്റെ ഒക്കെ സ്ക്വയേഴ്സ് ആയിട്ടില്ല. 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16 ഈ സീക്വൻസിൽ ഉണ്ടാവും. അതേമാതിരി 7ന്റെ സ്ക്വയർ ആയിട്ടുള്ള 49 ഈ സീക്വൻസിൽ ഉണ്ടാവും. ആണോ? 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള എവിടെയെങ്കിലും ഒക്കെ ഇട്ടോ, അതിന്റെ ഇടയിൽ വേറെയും കുറെ ടേം ഉണ്ടാവും. 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള എന്തുണ്ടാവും? 100 ഈ സീക്വൻസിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ ഇതൊരു ടേം ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ ഓരോന്നിനെയും എഴുതി നോക്കി ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ജനറൽ ടേം ഒന്ന് കണ്ടുപിടിക്കാം, എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് എഴുതുന്നുണ്ട്. 4, 7, 10 എക്സെട്ര. ജനറൽ ടേം എഴുതാൻ ആവശ്യം ഫസ്റ്റ് ടേം ആവശ്യമുണ്ട് 4. കോമൺ ഡിഫറൻസ് എന്താണ്? 7 - 4 3 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടി. നമുക്ക് ജനറൽ ടേം എഴുതാം. എക്സ് എൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? a + n-1 × d ആണ്. ഇവിടെ a എന്താണ്? 4 ആണ്. എന്ത് വരും? 4 + n-1 × 3 എന്ന് വരും. അല്ലെങ്കിൽ 4 + 3n - 3 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് വരും? 3n + 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് എന്ന് വരിക. അപ്പൊ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ഇതാണ് നമ്മുടെ ജനറൽ ടേം. അപ്പോൾ നമുക്ക് to show that all the squares of all the term of this arithmetic sequence belong to this sequence, അത് കാണിക്കുന്നതിന് പകരം ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ജനറൽ ടേമിന്റെ സ്ക്വയറും ഇതേ 3n + 1 എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണെന്ന് കാണിച്ചാൽ പോരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? to show that the squares of all the terms of this AP are also a term of this AP. അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിന്റെ സ്ക്വയർ, അതായത് നമുക്ക് ഓരോ എക്സെന്റിന്റെയും സ്ക്വയർ ആണല്ലോ കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എക്സെന്റിന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ജനറൽ ടേം എന്താണ്? 3n + 1. അതിന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3n + 1 ഹോൾ സ്ക്വയർ എന്ന് വരും. a + b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനിൽ കൊടുക്കുക. അപ്പോൾ a², ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ 3n² + 2 × 3n × 2ab ആണോ? പ്ലസ് b², 1ന്റെ സ്ക്വയർ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9n². 3n² എന്താവും? 3² × n². അപ്പോൾ 9n² എന്നാവും. പ്ലസ് 2 × 3 6n എന്നാവും. പ്ലസ് 1 എന്നാവും. ഇതുവരെ ക്ലിയർ ആണോ? നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇതും, അതായത് സ്ക്വയറും ഇതേ ജനറൽ ഫോമിലാണെന്ന് കാണിച്ചാൽ പോരെ. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതേ ജനറൽ ഫോമിലുള്ളവരൊക്കെ ഈ സീക്വൻസിൽ ഉണ്ടാവും. അപ്പോൾ സ്ക്വയറിനെ നമുക്ക് ആ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 3നെ കോമൺ എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 3n² + 2n എന്നുണ്ടാവും. ബാക്കി ഒന്നുണ്ടാവും പ്ലസ് 1. ഓക്കെ, അപ്പോൾ നോക്ക്, ഞാൻ ഇതിന് ഒരു k എന്ന് വിളിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുമോ നോക്ക്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3k + 1. അപ്പൊ ഇത് ഏത് രൂപത്തിൽ തന്നെയാണ്? നമ്മുടെ xnന്റെ സ്ക്വയറും ഏത് രൂപത്തിൽ തന്നെയാണ്? നോക്കി നോക്ക്. xnന്റെ സ്ക്വയറും നമുക്ക് ഏത്? 3n + 1. n എന്ന് പറഞ്ഞ വേരിയബിൾ ആണല്ലോ. n പകരം k. കണ്ടോ? സെയിം ജനറൽ ഫോം തന്നെ വന്നു. ആണോ? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. അപ്പൊ എന്തെഴുതുക? ഹിയർ xn² is also of the form 3n + 1. Hence all xn the whole square is all എന്നാണ് ഇവിടെ. എല്ലാ xn² is also member of
ദി ഗിവൺ എ പി ആണോ? അപ്പോൾ ഗിവൺ എ പിയിലെ മെമ്പർ ആയിരിക്കും എന്ത്? എല്ലാ എക്സ് എൻ സ്ക്വയറുകളും. അപ്പോൾ നമുക്ക് പ്രൂഫായി. നമുക്ക് എന്താ എഴുതാം? ഹെൻസ് ദി പ്രൂഫ്. കാര്യം മനസ്സിലായോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ് ഈ ഒരു ഐഡിയ കിട്ടലാണ്. ഏതൊരു ഐഡിയ? ഇതിനെങ്ങനെ ജനറൽ ടേമിന്റെ സ്ക്വയർ കണ്ടാൽ മതി എന്നും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്നും, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 3 കോമൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജനറൽ ഫോമിന്റെ അതേ രൂപത്തിൽ കിട്ടുമെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുപോലത്തുള്ള ചോദ്യങ്ങൾ എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതായത് 5, 8, 11 അങ്ങനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൽ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനത്തെ സംഖ്യകൾ 1ന്റെ സ്ക്വയർ ആയിട്ടുള്ള 1. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ നമ്പേഴ്സ് 4, 9, 16 ഇങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും ഇതിലുണ്ടാവില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഈ സീക്വൻസിൽ വരില്ല. അപ്പോൾ അതെങ്ങനെയാവും പ്രൂവ് ചെയ്യുക? നമുക്ക് ഇതേമാതിരി ചെക്ക് ചെയ്യാനൊന്നും പോസിബിൾ അല്ല. നമ്പേഴ്സ് വെച്ച് ചെക്ക് ചെയ്യാലൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സീക്വൻസ് എവിടെ അവസാനിക്കുന്നില്ല. ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. എനിവേ നമുക്ക് എന്തെങ്കിലും നോക്കാം. 5, 8, 11. അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങനെയൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ടേം കാണും. നേരത്തെ കണ്ടുപോലെ ജനറൽ ടേം കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടേം 5, കോമൺ ഡിഫറൻസ് എന്താണ്? 8 - 5 ആയിട്ടുള്ള 3. ക്ലിയർ ആണോ? അപ്പോൾ ജനറൽ ടേം എന്ത് വരും? xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ ഡൗട്ടില്ലല്ലോ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3 എന്ന് വരും. അല്ലെങ്കിൽ 5 പ്ലസ് 3n മൈനസ് 3 അല്ലെങ്കിൽ 3n പ്ലസ് 2. ഇതായിരിക്കും കേട്ടോ നമ്മുടെ ജനറൽ ടേം. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം ഈ ജനറൽ ടേം 3n പ്ലസ് 2 ആണ്. xn ഈക്വൽ ടു 3n പ്ലസ് 2 ആണ് ഈ ജനറൽ ടേം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം മനസ്സിലുണ്ടാവണം, പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ഇല്ലാന്ന്. അപ്പോൾ നേരത്തെ മാതിരി ചെയ്തിട്ട് കാര്യമില്ല. ഇല്ലല്ലോ, നേരത്തെ നമ്മൾ ചെയ്തത് ഇതിന്റെ സ്ക്വയറിനെ അതിലുണ്ടെന്ന് കാണിക്കാൻ നമുക്ക് ഡയറക്റ്റ് സ്ക്വയർ എടുത്ത് നോക്കിയാൽ മതി ആണോ? അപ്പൊ അതിൽ വലിയ കാര്യമില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 3n പ്ലസ് 2 എന്ന് പറയുന്ന സീക്വൻസിന്റെ അർത്ഥം എന്താണ്? നമ്പേഴ്സ് ലീവിങ് അല്ലെ? നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 2 അല്ലെ? റിമൈൻഡർ 2 when divided by 3. അതായത് 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 റിമൈൻഡർ ലീവ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറഞ്ഞൂടെ ഇതിനെ? നോക്കി നോക്ക്. 5നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? റിമൈൻഡർ 2 വരും. ഇനി അടുത്ത സംഖ്യ ആയിട്ടുള്ള 8നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും എന്ത് വരും? റിമൈൻഡർ 2 വരും. ക്ലിയർ ആണോ? അപ്പോൾ ഈ സീക്വൻസിലെ ഏത് മെമ്പറിനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് വരും? റിമൈൻഡർ 2 വരും. നമുക്ക് ഈ 3 കൊണ്ടുള്ള ഡിവിഷനിൽ നമുക്ക് 3 പോസിബിൾ കേസസ് ആണുള്ളത്. ഒന്ന് റിമൈൻഡർ 0 വരാം, ഒന്ന് റിമൈൻഡർ 1 വരാം, ഒന്ന് റിമൈൻഡർ 2 വരാം. അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 3 കേസുകളിൽ ഏതിലെങ്കിലും ഒന്നിലുണ്ടാവും ആണോ? 3 കേസ് ആണുള്ളത്. അതായത് റിമൈൻഡർ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾസ് 3, 6, 9, 12 ഇങ്ങനെ 3 നമ്പേഴ്സ്. ഇനി റിമൈൻഡർ 1 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താവും? 1, 4, 7, 10 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും എന്ത്? റിമൈൻഡർ 1. ഇനി റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് നമ്മളിപ്പോൾ എഴുതി. റിമൈൻഡർ 2 വരുന്ന സീക്വൻസുകളാണ് നമ്മൾ പറഞ്ഞത്. ഏത്? 2, 5, 8, 11. അപ്പോൾ നമുക്ക് മൊത്തം നമ്പേഴ്സ് ഈ 3 കേസിൽ ഏതെങ്കിലും വരും ആണോ? മൊത്തം നാച്ചുറൽ നമ്പേഴ്സ് ഏതിലെങ്കിലുമൊക്കെ വരും. കണ്ടോ? 1 ഇവിടെ വന്നു, 2 ഇവിടെ വന്നു, 3 ഇവിടെ വന്നു, 4 ഇവിടെ വന്നു, 5 ഇവിടെ വന്നു, 6 വന്നു, 7 വന്നു, 8 വന്നു, 9 വന്നു. അപ്പോൾ നമുക്ക് 3 പോസിബിൾ കേസാണുള്ളത്. എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം 3 കൊണ്ടുള്ള ഡിവിഷനിൽ ആണോ? which leaves remainder 0, which leaves remainder 1, which leaves remainder 2. അപ്പോൾ നമുക്കിത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തൂടെ? അപ്പോൾ ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ഏതാവും? റിമൈൻഡർ 0 വരുന്നത് ആണോ? നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 0 when divided by 3. അടുത്തതായിരിക്കും റിമൈൻഡർ 1 വരുന്നത് 3n plus 1. നമ്പേഴ്സ് ലീവിങ്
റിമൈൻഡർ 1 when divided by 3. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ 3 കേസാണുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അതായത് നമുക്ക് എന്തൊക്കെ കണ്ടു നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ ഓരോന്നിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ 3n സ്ക്വയർ കാണും. എന്നിട്ട് അതിൻ്റെ ജനറൽ ഫോം നേരത്തെ മാതിരി ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ വരില്ല എന്ന് കാണിച്ചാൽ മതി. ആണോ? അതായത് നമ്മുടെ ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർസ് വരണമെങ്കിൽ ഈ രൂപത്തിൽ 3n+2 എന്ന് പറയുന്ന രൂപത്തിൽ കിട്ടണം. കണ്ടോ? ജനറൽ ഫോമിൻ്റെ രൂപത്തിൽ കിട്ടണം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യും. അതേമാതിരി നമ്മൾ അടുത്തതായിട്ടുള്ള 3n+1 നോക്കും. അതിൻ്റെ സ്ക്വയറും കാണും. അതും ഏത് രൂപത്തിലാണ്? അതേമാതിരി 3n+2 അതിൻ്റെ സ്ക്വയറും കാണും. അപ്പോൾ നമുക്ക് മുഴുവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ, അതായത് മുഴുവൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സും ഈ രൂപത്തിൽ ഏതിലെങ്കിലും ആവും. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ എന്ത് വരും? 9n² എന്നാവും. ഇതിൽ നിന്നൊരു 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 3n². ഇത് ഏത് രൂപത്തിൽ തന്നെയാണ്? സം 3 × n എന്ന് പറയുന്ന രൂപത്തിലല്ലേ? അപ്പോൾ ഇതെന്തല്ല? അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ 3n എന്ന് പറയുന്ന രൂപത്തിലാണ്. ആണോ? ഇനി ഇത് നോക്കാം. ഇത് a+b² കൊടുക്കുമ്പോൾ 3n² + 2 × 3n+1 ആണോ? 1² 1. അപ്പം എന്ത് വരും? 9n² + 6n+1 എന്ന് വരും. അല്ലെങ്കിൽ 3 കോമൺ ആയിട്ട് കഴിഞ്ഞാൽ 3 × 3n² + 2n+1. ഇത് ഏത് രൂപത്തിലാണ്? സം 3 × m. ഇതിനെ ഞാൻ m എന്ന് വിളിച്ചോട്ടെ. ഇതിനെ ഞാൻ m എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 3 × m+1. 3 × m+1 രൂപത്തിലാണ്. ഇനി ഇതുകൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഏത് രൂപത്തിലായിരുന്നു? ഫസ്റ്റത്തെ സ്ക്വയർ ഒന്നുമില്ലെങ്കിൽ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർസ് ഈ രൂപത്തിലായിരിക്കാം. 3n എന്ന് പറയുന്ന രൂപത്തിലായിരിക്കാം. കണ്ടാ? അല്ലെങ്കിൽ 3n+1, എമ്മിന് പകരം തന്നെ 3n+1 എന്ന് പറയുന്ന രൂപത്തിലായിരിക്കാം. ഇനി ഇതുകൂടെ നോക്കാം. 3n+2 കൂടെ നോക്കാം. അപ്പോൾ ആ കേസ് എന്ത് വരും? 3n a+b² തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 × 3n × 2 എന്ന് വരും. ആണോ? +2². എന്ത് വരും? 9n² + 12n + 4 എന്ന് വരും. ക്ലിയർ ആണോ? ഇതൊന്നും നമ്മളെല്ലാത്തുനിന്നും ഒരു 3നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3 × 3n² + 4n + 3 ഉണ്ടാവും. 3 അല്ല, +1 ഉണ്ടാവും. പിന്നെ ഒരു 1 കൂടെ ഉണ്ടാവില്ലേ? കാരണം ഇവിടെ 4 വേണം. നമ്മളിപ്പോൾ 3 അല്ല ഇതിൽ വന്നുള്ളൂ. ഒരു 1 കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതും ഏത് രൂപത്തിലാണ്? സം 3k+1 രൂപത്തിൽ തന്നെയല്ലേ? ഈ നമ്പർ കെയും എം ഒന്നും കാര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ അതും നമുക്ക് ഏത് രൂപത്തിൽ കിട്ടി? ഈ രൂപത്തിലാണ്. അപ്പോൾ ഒരിക്കലും ഏത് രൂപത്തിൽ വരില്ല പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? 3n+2 എന്ന് പറയുന്ന രൂപത്തിൽ വരില്ല എന്ന് നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്തൂടെ? അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതാം? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 3n എന്ന് പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ രണ്ടും 3n+1 എന്ന് പറയുന്ന രൂപത്തിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. No perfect squares are there in the form. ഏത് ഫോമിലില്ല? 3n+2 എന്ന് പറയുന്ന ഫോമിലില്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഹെൻസ് ദി പ്രൂഫ്. അപ്പോൾ നമ്മുടെ പ്രൂഫ് ആയല്ലോ. ഐഡിയ കിട്ടിയോ? ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ. ഒക്കെ നമ്മളൊരു അടുത്തൊരു വീഡിയോയിലായിട്ട് കവർ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ തന്നെ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ആയി പോയി. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിത്തരാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പറയുന്നത് എന്തായിരുന്നു? ഇതാട്ടോ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയോണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. റൈറ്റ് ദി whole numbers in the arithmetic sequence. ഇവിടെ ഒരു arithmetic sequence തന്നിട്ടുണ്ട്. 11/8, 14/8,
17/8. എന്നിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്? ഇവിടുത്തെ ഹോൾ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, ഡു ദേ ഫോം, ആ ഹോൾ നമ്പേഴ്സ് എന്താണ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ടോന്ന്. അതാണ് നമ്മുടെ പ്രോബ്ലം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. എന്താ സീക്വൻസ്? 11/8, 14/8, 17/8. ഇതിൽ വരുന്ന ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് ആദ്യം അറിയണേ. ഹോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സും സീറോയും കൂടി ഉൾപ്പെട്ട സെറ്റ്. അപ്പൊ 0, 1, 2, 3 ഇതിലേതെങ്കിലും സംഖ്യകൾ ഈ സീക്വൻസിൽ എവിടെയെങ്കിലും വരുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വരുന്ന ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നും എഴുതണം. എന്നിട്ട് അത് അരിത്തമാറ്റിക് സീക്വൻസിലാണോ ആ ഹോൾ നമ്പേഴ്സ് ഒന്നും ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ജനറൽ ഫോം കണ്ടുപിടിച്ച് നോക്കാം, എന്തെങ്കിലും ഐഡിയ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് അല്ലാതെ എല്ലാം ചെക്ക് ചെയ്യലൊന്നും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ഫോം എഴുതും. അതാണ് നമ്മൾ ചെയ്യാറ്. ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്? 11/8 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 14/8 മൈനസ് 11/8. അപ്പൊ എന്താവും? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 14 മൈനസ് 11/8 എന്ന് വരും. 3/8 ആയിരിക്കും എന്ത്? കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജനറൽ ടേം എഴുതാം. xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വരും. ആണോ? അപ്പോൾ എന്ത് വരും? xn ഈക്വൽ ടു 11/8 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്താണ്? 3/8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 11/8 പ്ലസ് 3/8 n മൈനസ് 3/8 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? n ഉള്ളതിന് ആദ്യം എഴുതുന്നുണ്ട് 3/8 n പ്ലസ് 11/8 മൈനസ് 3/8. അപ്പം എന്ത് വരും? 11 മൈനസ് 3 ആയിട്ടുള്ള എന്ത് വരും? 8/8 എന്ന് വരും. പ്ലസ് 8/8 അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 3/8 n പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? അപ്പം നമുക്ക് ജനറൽ ടേം കിട്ടി, ജനറൽ ഫോം കിട്ടിയിട്ടുണ്ട്. എന്താ വരിക? 3/8 n പ്ലസ് 1 എന്നുള്ളതായിരിക്കും ജനറൽ ടേം. അപ്പൊ നമുക്ക് ഈ സീക്വൻസിൽ ഹോൾ നമ്പേഴ്സ് എപ്പോഴാണ് വരിക എന്ന് അറിയണമെങ്കിൽ ഇതിൽ 1 എന്തായാലും 1 ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഹോൾ നമ്പർ തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത്? ഈ 3/8 n എന്തായാലും ഒരു നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പറെങ്കിലും ആയിരിക്കണം. ആണോ? ഓക്കെ ആണോ? 3/8 n എന്ന് പറയുന്നത് എന്തായാലും സീറോയോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറോ, അല്ലെങ്കിൽ 3/8 n ഷുഡ് ബി എ ഹോൾ നമ്പർ എന്ന് എഴുതിക്കൂടെ? അതെന്ന് നമുക്ക് to get xn as a whole number, xn whole number ആവണമെങ്കിൽ എന്തായിരിക്കണം? 3/8 n എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. ക്ലിയർ ആണോ? n is a whole number അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ കേട്ടോ. അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്താൽ പോരെ? ഈ 3/8 n നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ n അപ്പോൾ ഈ ഫ്രാക്ഷൻ മാറി ഇത് മൊത്തത്തിൽ നാച്ചുറൽ ആവണമെങ്കിൽ അവിടെ 8ന്റെ മൾട്ടിപ്പിൾ വരണ്ടേ n-ന്റെ സ്ഥാനത്തെങ്കിൽ മാത്രമല്ല ഇത് ക്യാൻസൽ ആവുള്ളൂ. ഒന്നുമില്ലെങ്കിൽ 8 വരണം, അല്ലെങ്കിൽ എന്ത് വരണം? താഴെ 3/8 ഉണ്ട്, അപ്പൊ ഇവിടെ 16 വരണം. അപ്പൊ ഇത് ക്യാൻസൽ ആയി 2 ആവും. അപ്പൊ നമുക്ക് എന്ത്? n-ന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണ് അല്ലെ? അപ്പൊ ആ കാര്യം നമുക്ക് എഴുതിക്കൂടെ? then n should be multiples of 8 ആണോ? മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണോ? അപ്പൊ n-ന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 8 കൂടി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ n-ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് 8, 16, 24, 32 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ സീക്വൻസ് എന്താവുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സീക്വൻസ് ഓഫ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഹോൾ നമ്പേഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/8 n പ്ലസ് 1 ആണ്. നമ്മൾ n-ന്റെ സ്ഥാനത്ത് ഇതിൽ ഓരോന്നായിട്ട് കൊടുത്തു നോക്കുകയാണ്. ഫസ്റ്റ് 8 കൊടുത്തു. 3/8 ഇൻറ്റു 8 പ്ലസ് 1. അടുത്തത് എന്ത് വരും? 3/8 ഇൻറ്റു 16 പ്ലസ് 1. നമുക്ക് n കൊടുക്കാൻ പറ്റുന്ന ഈ വാല്യൂസ് ആണോ? നമുക്ക് xn-ന്റെ സീക്വൻസ് ആണ് എഴുതുന്നത്. xn ഓഫ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് മാത്രമുള്ള xn ആണ്. ഓഫ് ഹോൾ നമ്പേഴ്സ്. അടുത്ത എന്ത് വരും? 3/8 ഇൻറ്റു 24 വരും. ഇവിടെയൊക്കെ ഒരു പ്ലസ് 1 കൂടെ ഉണ്ട്, സോറി, കാരണം സീക്വൻസിൽ 3/8 n പ്ലസ് 1 എന്നില്ലേ?
ഇങ്ങനെ വരും. അടുത്തെന്ത് വരും? 3/8 ഇൻറ്റു 24 പ്ലസ് 1 എന്ന് വരും. അടുത്തെന്ത് വരും? 3/8 ഇൻറ്റു 32 പ്ലസ് 1 എന്ന് വരും. നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ 8 8 ക്യാൻസലാവും. 3 + 1 4 വരും. ഇവിടെ എന്ത് വരും? 8ഉം 16ഉം ക്യാൻസലായി, ബാക്കി 2 വരും. അപ്പോൾ 3 2 6 6 1 7 എന്ന് വരും. ഇവിടെ എന്ത് വരും? 8ഉം 24ഉം ക്യാൻസലായി, 3 വരും. 3 × 3 9, 9 + 1 10 എന്ന് വരും. അടുത്തെന്ത് വരും? 8 32ഉം ക്യാൻസലായി, ഇവിടെ 4 വരും. 3 × 4 12 1 13 എന്ന് വരും. അപ്പോൾ നമ്മുടെ xn ഓഫ് ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ നമ്പേഴ്സിന്റെ സീക്വൻസ് വന്നത് നമുക്ക് ഇത് അരിത്തമാറ്റിക് സീക്വൻസ് തന്നെ അല്ലേ? ഇറ്റ് ഈസ് ആൻ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? അവസാനിപ്പിക്കാം. ഇതാണ് നമ്മുടെ സീക്വൻസ്, ഇതാണ് ഹോൾ നമ്പേഴ്സിന്റെ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 4 ആൻഡ് കോമൺ ഡിഫറൻസ്. എന്താണ്? കോമൺ ഡിഫറൻസ് 3 അല്ലെ? 3 ആണല്ലോ ആഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയുള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആണ് കരുതുന്നു. അപ്പോൾ അടുത്ത സെക്ഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.